നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 3, ശ്ലോകം 22. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഹേ പാർത്ഥ, 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതായോ ആയി യാതൊന്നുമില്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വൈദിക സാഹിത്യത്തിൽ ഭഗവാനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: തമീശ്വരാണാം പരമം മഹേശ്വരം തം ദേവതാനാം പരമം ച ദൈവതം പതിം പദീനാം പരമം പരസ്താദ് വിദാമദേവം ഭുവനേശമീഢ്യം തതസ്യ കാര്യം കരണം ച വിദ്യതേന തത്സമശ്ചാദ്യദിഗ്ഗശ്ച ദൃശ്യതേ പരാസ്യ ശക്തിർവിവിധൈവ ശ്രൂയതേ സ്വഭാവഗീ ജ്ഞാനഫലക്രിയാ ച. നിയന്താക്കളെയെല്ലാം ശ്രീ ഭഗവാൻ നിയന്ത്രിക്കുന്നു. നാനാഗ്രഹാധിപതികളിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഭഗവാൻ. എല്ലാവരും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ജീവജാലങ്ങൾക്ക് പ്രത്യേകമായ അധികാരങ്ങൾ നൽകിയിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. സ്വയം പരമാധികാരിയല്ല. സർവദേവന്മാർക്കും ആരാധ്യനും ഭരണാധികാരികളിൽ അഗ്രഗണ്യനുമാണ്. ആരും ഭഗവാനേക്കാൾ വലിയവനല്ല. ഭൗതിക നേതാക്കളെക്കാളും നിയന്താക്കളെക്കാളും എത്രയോ സമുന്നതനും അവർക്കെല്ലാം പൂജനീയനുമാണ്. കാരണങ്ങൾക്കെല്ലാം ആദികാരണനുമാണ്. സാധാരണ ജീവാത്മാവിന്റെ മൂർത്തരൂപം പോലെയല്ല ഭഗവാന്റേത്. ഭഗവാന്റെ ആത്മാവും ശരീരവും വ്യത്യസ്തങ്ങളല്ല. നിരപേക്ഷനാണ് അദ്ദേഹം. അവിടുത്തെ ഇന്ദ്രിയങ്ങളെല്ലാം ദിവ്യങ്ങളാണ്. തന്റെ ഏതിന്ദ്രിയത്തിനും മറ്റേതൊന്നിന്റെയും പ്രവൃത്തി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഭഗവാന് സമാനമായോ അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായോ ആരും തന്നെയില്ല. അവിടുത്തെ വിഭൂതികൾ നാനാവിധങ്ങളാണ്. പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി തുടർന്നു പോരുന്നവയുമാണ്. ഭഗവാനിൽ ഏതൊന്നും സമ്പൂർണ്ണ ഐശ്വര്യത്തോടും പൂർണ്ണ സത്യമായും നിലകൊള്ളുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കർമ്മം ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. കർമ്മഫലങ്ങൾ ആവശ്യപ്പെടുന്നവന് മാത്രമാണ് കർത്തവ്യങ്ങൾ വിധിക്കപ്പെട്ടിട്ടുള്ളത്. 3 ലോകങ്ങളിൽ നിന്നും നേടേണ്ടതായൊന്നുമില്ലാത്തവന് എന്തുണ്ട് കർത്തവ്യം? എങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷത്രിയരുടെ നേതാവെന്ന നിലയിൽ കുരുക്ഷേത്ര യുദ്ധരംഗത്ത് പ്രവർത്തിച്ചു. കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കേണ്ടത് ക്ഷത്രിയർക്ക് വിധിക്കപ്പെട്ട ചുമതലയാണ്. വൈദിക ഗ്രന്ഥങ്ങളിലെ വിധി നിഷേധങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. എന്നിരിക്കലും വേദശാസനകളെ അതിലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും ഭഗവാൻ ചെയ്യാറില്ല.